നിരഞ്ജന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയ ഏറെ നേരം കരഞ്ഞു. പക്ഷെ മറുത്ത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്തില്ല നിരഞ്ജൻ. കുറച്ചു കഴിഞ്ഞ് പ്രിയ തനിയെ അവന്റെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടു. നിരഞ്ജൻ അതിനുശേഷം ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താൻ കരയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് താൻ? അദ്ദേഹം മറുത്തൊരു വാക്ക് പോലും പറയാത്തതൊരു പക്ഷേ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നവൾ ഓർത്തു. ഇനി ക്ഷമ പറയണോ എൻ്റെ കണ്ണാ? ഷോ, ഓരോരോ പൊട്ടബുദ്ധിക്ക് പറഞ്ഞു പോയില്ലേ. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് വീടെത്തിയാൽ മതിയായിരുന്നു എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു. നിരഞ്ജന്റെ നിശബ്ദത അത്രമേൽ അവളെ വേദനിപ്പിച്ചിരുന്നു. നിരഞ്ജൻ അപ്പോൾ മറ്റേതോ ലോകത്തായിരുന്നു. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എല്ലാം താൻ സഹിക്കാം. പക്ഷേ പ്രിയ, അവളുടെ ഓരോ വാക്കുകളും അവനെ അത്രമേൽ നോവിച്ചു. തന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണീർ, അവളുടെ യാചന, തിരിച്ചൊരു മറുപടി പോലും തനിക്ക് പ്രിയയോട് പറയാൻ സാധിച്ചില്ല. എല്ലാത്തിനും കാരണം അമ്മയാണ്. ഈ പെൺകുട്ടിയെ അമ്മ ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ തൻ്റെ ജീവിതം ഒരു ഞാണന്മേൽ കളിയായി മാറിയത്. പാവം പ്രിയ, ഇവളാണല്ലോ പക്ഷെ അതിനു ബലിയാടായി. അതുമാത്രമുള്ളൂ തൻ്റെ വിഷമം. എല്ലാത്തിനും ഒരു പരിഹാരം കാണണം എന്നവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാം പ്രിയയെ അറിയിക്കണം. എന്നിട്ട് അവൾ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. അതിനുള്ള സമയം ആയിരിക്കുന്നു. തിരിച്ചവർ വീട്ടിൽ എത്തിയപ്പോൾ ദിയയും ആദിയും കൂടി എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്നത് കണ്ടു. അവനോട് താൻ പോകുന്ന കാര്യം പോലും പറഞ്ഞില്ലല്ലോ. അവൻ്റെ കാര്യം കൂടി മറന്നുപോയി. നിരഞ്ജൻ കാർ നിർത്തിയിട്ടു വേഗം ആദിയുടെ അടുത്തേക്ക് ചെന്നു. സോറിടാ, അത്യാവശ്യമായിട്ടൊന്ന് ടൗണിൽ പോകണമായിരുന്നു. നിന്നോട് പറയാൻ ഉള്ള ടൈം കിട്ടിയില്ല. അതാ കേട്ടോ. നിരഞ്ജൻ ക്ഷമാപണം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഒന്നും പോടാ സച്ചു, നിങ്ങൾ പുതുമോടെ അടിച്ചു പൊളിക്കാൻ പോയതല്ലേ. എന്നിട്ട് അവൻ്റെ രവിഞ്ഞ് സോറി പറച്ചില്. എന്തായാലും ശരി, ഞാൻ അത് വരവ് വെച്ചിരിക്കുന്നു കേട്ടോ. ആദിത്യൻ അത് പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദിയ അപ്പോൾ പ്രിയയുമായി സംസാരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുക കേട്ടോ. പ്രിയെ അമ്മയുമുണ്ട്. പിന്നെ എനിക്ക് കൂടി ഇയാൾ എണ്ണ മുറുക്കി തരണം. അവളുമാർ രണ്ടുപേരും താൻ പറഞ്ഞ മാതിരി ഓയിൽ മസാജ് ചെയ്തിട്ട് ചെമ്പരത്തി താളിയിട്ട് തലമുടിയൊക്കെ കഴുകി. മുടിക്ക് നല്ലൊരു തിളക്കമുണ്ട്. ഇപ്പോഴും നമ്മ പറയുകയും ചെയ്തു. ദിയ വാചാലയായി. ദിയ, ബാക്കി വന്നിട്ട് പറയാം. പ്രിയ അങ്ങോട്ട് പോകുന്നില്ല. സമയം പോയി കേട്ടോ, ആദ്യ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രിയ പോകുമോ ഇല്ല എന്ന് കണ്ടറിയാം ചേട്ടാ എന്ന് പ്രിയ അപ്പോൾ തൻ്റെ മനസ്സിൽ മന്ത്രിച്ചു. ഓക്കെ പ്രിയ, സീയുട്ട എന്നും പറഞ്ഞ് ദിയ അവൻ്റെ ഒപ്പം കാറിൽ കയറിപ്പോയി. പ്രിയ അകത്തേക്ക് ചെന്നപ്പോൾ നിരഞ്ജൻ കട്ടിൽ കിടക്കുകയായിരുന്നു. പ്രിയയോട് അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇങ്ങോട്ടൊന്നും സംസാരിക്കാതെ താൻ എന്ത് പറയും ഏട്ടനോട്? എന്തായാലും വൈകിട്ട് വരെ നോക്കാൻ. അവൾ താഴേക്ക് പോയി. മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മുറിയിലേക്ക് പ്രിയ പതിയെ ചെന്നു. അരുന്ധതി പറഞ്ഞു വിട്ടതാണ് അവളെ. അവർ രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യസ്ഥൻ സോമൻ നായരുടെ കൊച്ചുമകളുടെ വിവാഹക്കാര്യമാണ് അവരുടെ ചർച്ചാ വിഷയം. മുത്തശ്ശി പ്രിയ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചപ്പോൾ അവർ പ്രിയ അകത്തേക്ക് കൈ കാണിച്ച് വിളിച്ചു. പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നു നിന്നു. ഇവിടെ ഇരിക്കെൻ്റെ കുട്ടി. അവർ അവളെ അടുത്ത് പിടിച്ചിരുത്തി. മോള് ഊണ് കഴിച്ചോ? മുത്തശ്ശി വാത്സല്യത്തോടെ അവളുടെ കൈ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. അതെ, അറിഞ്ഞായിരുന്നോ? ഇന്നാണെങ്കിൽ നമ്മുടെ മോളിവിടെ എല്ലാ തോന്തോന്നികൾക്കും എണ്ണ മുറുക്കിക്കൊടുത്തിരുന്നു കേട്ടോ. വെറ്റോളെല്ലാം ഷാമ്പു എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അതിട്ടാ കേൾക്കും പൊറുക്കും. ഈ ഭാമയും അരുന്ധതിയും ഒക്കെ ഉണ്ടല്ലോ മോളെ. ബ്യൂട്ടി പാർലർ വരെ പോകും. മുത്തശ്ശി ശബ്ദം താഴ്ത്തി. പ്രിയമോളുടെ മുടി കണ്ടിട്ട് എല്ലാത്തിനും അതുപോലെ വേണം എന്ന് തോന്നൽ. അതുകൊണ്ട് മോളുടെ പിറകെ നടന്നു. രേണു ഒപ്പിച്ചതാ ഇതെല്ലാം. ഇതിപ്പോ നല്ല കഥ. മുത്തശ്ശൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എള്ളെണ്ണ ആണ് എണ്ണങ്ങൾ തയ്യാർ തേക്കുന്നത്. എള്ളാട്ടി എണ്ണ എടുത്തു വെക്കും എൻ്റെ അമ്മ. എന്നിട്ട് എല്ലാവരും എള്ളെണ്ണ തേച്ച് തലയിൽ പിടിപ്പിച്ച് കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കും. ഒരു മുടിയും വെളുത്തു വരില്ല എൻ്റെ കുട്ടി. ആ, അതൊക്കെ ഒരു കാലം. മുത്തശ്ശൻ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ചാരുകസാരിൽ ഇരുന്നു. മോളി ഇനി ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി മുടിയുമായി നടക്കും കേട്ടോ. ആ സമയത്തൊക്കെ നന്നായി മുടി വളരും. ഞങ്ങൾക്ക് സച്ചുമോൻ്റെ കുഞ്ഞിനെ കൂടി ലാളിക്കണം എന്നൊറ്റ ആഗ്രഹമുള്ളൂ കേട്ടോ. ഇനി ബാക്കി മുത്തശ്ശി പറഞ്ഞു. പ്രിയയിൽ അത് കേട്ടപ്പോൾ ഞെട്ടൽ ഉണ്ടായി. ഇനി എത്ര നാൾ താനിവിടെ കാണും എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഉള്ളാലൊരു നൊമ്പരം വന്നു മൂടിയെങ്കിലും അവൾ അതെല്ലാം അടക്കി വെച്ചുകൊണ്ടിരുന്നു. അവരോട് കഥകളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയ എണീറ്റ് പോയി. ദേവികയും രേണുവും എല്ലാം പ്രിയയുമായി ചങ്ങാത്തമായി. അവർക്കിപ്പോൾ ചേട്ടത്തി മതി എല്ലാത്തിനും. ഓരോ സംശയം ചോദിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ കൂടും. വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദിയും ദേയും കൂടി വന്നത്. രണ്ടുപേരുടെയും കയ്യിൽ കുറെ ബുക്ക് ഷോപ്പർ ഉണ്ടായിരുന്നു. ആ, ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നു? യൂണിയൻകാരെ വിളിക്കണോ ദേ ചേച്ചി? രേണു കളിയാക്കി. നീ കളിയാക്കിയത് കൊണ്ട് തൽക്കാലം നിനക്ക് വേണ്ടി മേടിച്ചത് ഞാൻ തരുന്നില്ലടി ദുട്ടേ. ദിയ അവളോട് മുഖം വീർപ്പിച്ചു. അയ്യോ ചതിക്കല്ല പൊന്നെ, ഞാനോട് തമാശ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് കൈ കേകിയിട്ട് രേണു അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇവരുടെ ആക്രാന്തം കണ്ടോ? ദേവിക അവളെ വഴക്ക് പറഞ്ഞു. ഓക്കെ, എല്ലാവരും കഴിച്ചിട്ട് വരിക.
ദിയ മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരൂ എന്നും പറഞ്ഞൊരു കവറുമായി ആദി അങ്ങോട്ട് പോയി. എന്താ തങ്ങൾക്ക് തരുന്നത് എന്നറിയാൻ ദേവികയും രേണുവിനും ആകാംക്ഷയുണ്ടായിരുന്നു. പ്രിയ ഏട്ടത്തി എന്തോ വല്യേട്ടനോടൊന്നും മിണ്ടാത്തത്? നീ കണ്ടിട്ടുണ്ട് ഏട്ടത്തി ഏട്ടനോട് സംസാരിക്കുന്നത്? ദേവിക രേണുവിനോട് ചോദിച്ചു. ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതെന്താ ഏട്ടത്തിയുടെ നാണം ഇതുവരെ മാറിയില്ലേ? പ്രിയയും നിരഞ്ജനും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. എല്ലാവരും കൈ കഴുകി എഴുന്നേറ്റപ്പോൾ ആദ്യം അങ്ങോട്ട് വന്നു. അവൻ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് എടുത്തു കൊടുത്തു. ദേവികയും രേണുവും അപ്പോൾ തന്നെ അത് പൊട്ടിച്ചു നോക്കി. ഒലീവ് ഗ്രീൻ കളറുള്ള ചന്ദേരി സിൽക്ക് ചുരിദാർ ആണ് ദേവികക്ക്. പിസ്ത കളറുള്ള റോസ് സിൽക്ക് സാരിയാണ് രേണുവിന്. വോ, സൂപ്പർ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ. ദിയ ചേച്ചിയുടെ സെലക്ഷൻ സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, രേണു ദിയെ അഭിനന്ദിച്ചു. ഇനി ഇത് തയ്ക്കാനാണ് പാട് കേട്ടോ. ആ ചന്ദ്രോത്തത്തെ സ്വപ്ന ചേച്ചിയെ കെട്ടിച്ചു വിട്ടില്ലേ, ഇനി ആരാണാവോ ഇത് തയ്ച്ചു തരുന്നത്? ദേവ ഓർത്തെടുത്ത പോലെ പറഞ്ഞു. വലിയ പാഷനൊന്നും അറിയില്ലെങ്കിലും ഞാൻ അത്യാവശ്യം തയ്ക്കും രേണു എന്ന് പ്രിയ പറഞ്ഞപ്പോൾ ദേവിക ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും മുത്തം കൊടുത്തു. ഛേ, എന്താടി പെണ്ണെ കാണിക്കുന്നത്? ലക്ഷണം കണ്ടിട്ട് ഏട്ടൻ പോലും ഇതുവരെ ഒരു മുത്തം കൊടുക്കാത്ത കവൾ ആണെന്ന് രേണു അർത്ഥഗർഭമായി പറഞ്ഞു. നിനക്കൊക്കെ എന്താ എൻ്റെ കുട്ടികളെ ചുമ്മാ ബഹളം വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അരുന്ധതി അവരുടെ മേൽ കണ്ണുരുട്ടി. ആദ്യം എന്തിനാണ് ഈ ക്യാഷ് എല്ലാം കളഞ്ഞത്? ഇത് ഒരുപാടുണ്ടല്ലോ. ബാമ അവരെ വഴക്ക് പറഞ്ഞു. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് കുറഞ്ഞത് ഇത്രയെങ്കിലും തരണ്ടേ അല്ല ഏട്ടാ? ദേവിക കളിയാക്കിക്കൊണ്ട് ആദ്യയെ നോക്കി. എങ്കിൽ എല്ലാവരും പോയി കിടക്കൂ കുട്ടികളെ, നേരം കുറേയായി. വേണുഗോപാൽ അവരെ പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തി. നിരഞ്ജൻ പതിയെ പോകാൻ എഴുന്നേറ്റപ്പോൾ ആദ്യം അവനെ തടഞ്ഞു. ഡാ സച്ചു, 1 മിനിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിയയെ വിളിച്ചു. അവൾ അപ്പോൾ ജ്വല്ലറി ബോക്സ് എടുത്ത് രണ്ടാൾക്കും കൊടുത്തു. പ്ലീസ് ഓപ്പൺ, ദേവിക ഉറക്കെ പറഞ്ഞു. നിരഞ്ജൻ അത് തുറന്നപ്പോൾ ഒരു പ്രഷ്യസ് പ്ലാറ്റിനം റിംഗ് ആയിരുന്നു അത്. അടിപൊളിയാണല്ലോ ഏട്ടാ, കിടുവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയും രേണുവും അത് മേടിച്ചു നോക്കി. പതിയെ പതിയെ എല്ലാവരും നോക്കി. അവർക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു റിംഗ്. എല്ലാവരും ആദ്യം ദിയയും പ്രശംസിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റിംഗ് എക്സ്ചേഞ്ച് നടത്താമല്ലേ? സച്ചു, നീ ആദ്യം ബ്രേക്ക് റിംഗ് ആദ്യം പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ലല്ലോ, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പ്രമാണം. ഏട്ടത്തിയാണ് ആദ്യം ഇടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പ്രിയയുടെ അടുത്തെത്തി. ആദ്യമാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ മേടിച്ചതല്ലേ, അതോർത്തുകൊണ്ട് നിരഞ്ജൻ പ്രിയക്ക് നേരെ കൈ നീട്ടി. ഒന്ന് പകച്ചെങ്കിലും അവൾ നിരഞ്ജന്റെ കയ്യിൽ മോതിരം അണിയിച്ചു. നിരഞ്ജൻ തിരിച്ചു. എല്ലാവരും പതിയെ മുറിയിലേക്ക് പോയി. നിരഞ്ജൻ ചെന്നപ്പോൾ പ്രിയ പായതുപോലെ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെയെങ്കിലും അവൾ ഒന്ന് സംസാരിക്കുവാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. പക്ഷെ നിരഞ്ജൻ തലേ ദിവസത്തെ പോലെ സെറ്റിയിൽ കിടന്നു. 2 ദിവസം പിന്നിട്ടിട്ടും നിരഞ്ജൻ പ്രിയോട് മിണ്ടില്ല. അരുന്ധതിക്ക് തോന്നിയിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അവർക്ക് മകനോട് ചോദിക്കാൻ പക്ഷെ ഭയമായിരുന്നു. 3-ാമത്തെ ദിവസം വൈകിട്ട് നിരഞ്ജൻ കിടക്കാൻ വന്നപ്പോഴാണ് ദേവൻ അവൻ്റെ ഫോണിൽ വിളിച്ചത്. പ്രിയ അവൻ വിളിച്ചപ്പോൾ പ്രിയ ഓടി വന്നു. ചെറിയച്ഛനാണ് എന്ന് പറഞ്ഞാൽ ഫോൺ അവൾക്ക് കൈമാറി. കുറച്ച് സംസാരിച്ചവൾ പെട്ടെന്ന് ഫോൺ നിരഞ്ജന് തിരികെ കൊടുത്തു. അവൻ ഫോൺ മേടിച്ചിട്ട് കിടക്കാനായി തിരിഞ്ഞു. ഏട്ടാ, പ്രിയ പതിയെ വിളിച്ചു. അവൻ പ്രിയ തിരിഞ്ഞു നോക്കി. എന്നോട് പിണക്കമാണോ? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം, അവൾ പറഞ്ഞു. പിന്നെ ചെറിയച്ഛൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ചെറിയമ്മ വീണു കാലൊടിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ പോവുകയാണെങ്കിൽ ആർക്കും സംശയമൊന്നും തോന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം ഏട്ടാ, അവൾ പറഞ്ഞു. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, അതിന് എൻ്റെ സമ്മതം വേണോടി. അവൻ അടുത്തിരുന്ന ഗ്ലാസ് എടുത്ത് ഒറ്റയേറായിരുന്നു. എനിക്ക് ആരെയും കാണണ്ട, എൻ്റെ കൺമുന്നിൽ നിന്ന് പോകൂ. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നീ വന്നതല്ലേ എന്ന് പറഞ്ഞു അവൻ പ്രിയയുടെ നേർക്ക് വന്നു. ഭയം കൊണ്ട് അവൾ വിറക്കുകയാണ്. അമ്മ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അവളുടെ വായിൽ നിരഞ്ജൻ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് അവളെ പൊക്കിയെടുത്തു കട്ടിൽ ഇട്ടു. മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം, അവൻ അലറി. രാത്രി നിദ്രാദേവി അവളെ പുലുകിയില്ല. നിരഞ്ജൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് താനും ഒരു തടസ്സമായിരിക്കുന്നു, ഒരു ഭാരമായിരിക്കുന്നു. ജീവിതം താൻ നശിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രാത്രി ഇവിടുന്ന് പോയാലോ എന്നവൾ ഓർത്തു. പകൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. നിരഞ്ജൻ നല്ല ഉറക്കത്തിലാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, താൻ നിന്നാൽ കൂടുതൽ പ്രശ്നമാകും നിരഞ്ജന്റെ ജീവിതത്തിൽ എന്നോർത്ത്. അവൾ വരുന്നത് വരട്ടെ, താൻ പോകുകയാണ് ഇവിടെ നിന്ന്. പ്രിയ പതിയെ എഴുന്നേറ്റു. ശബ്ദം ഉണ്ടാക്കാതെ അവൻ്റെ അടുത്തെത്തി. നിരഞ്ജൻ നല്ല ഉറക്കത്തിലാണ്. മുറിയിലെ അരണ്ട വെളിച്ചത്ത് നിരഞ്ജന്റെ മുഖം അവ്യക്തമായി അവൾ കണ്ടു. ആൾ നല്ല ഉറക്കത്തിലാണ്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൾ നിരഞ്ജന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. തൻ്റെ ഓരോരോ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് തെല്ലു സന്തോഷം തോന്നി. പക്ഷെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളിക്ക് ശ്വാസത്തെ പോലും പിടിച്ചു നിൽക്കാനായില്ല. അതും അവൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. പ്രിയ പതിയെ വാതിലിൻ്റെ ഒടാമ്പിൽ എടുക്കാൻ തുടങ്ങിയത്. മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കിയ പ്രിയ കണ്ടത് സെറ്റിയിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന നിരഞ്ജനെയാണ്.
ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാമായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ. പക്ഷേ താൻ എന്തിനാ ഉമ്മ തന്നത് എൻ്റെ കവളിൽ? അതുകൊണ്ടല്ലേ ഞാൻ കണ്ണു തുറന്നത്. നിരഞ്ജൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് പ്രിയയുടെ അടുത്ത് വന്നു നിന്നു. ഒരു കൈ ഇഴയിൽ കുത്തി മറ്റേ കൈ കൊണ്ടവൾ ഭിത്തിയിൽ പിടിച്ചിരിക്കുകയാണ്. പ്രിയ ഇപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന പരുവത്തിലാണ്. അവൻ്റെ കണ്ണുകളെ നോക്കിയപ്പോൾ എന്തോ അവൾക്ക് ഭയം തോന്നിയില്ല. നിരഞ്ജനും അവളെ ഉറ്റുനോക്കി. തൻ്റെ ജീവന്റെ പാതി പകുത്തു നൽകേണ്ടവളാണ്. തൻ്റെ നല്ല പാതി. ആളും ആരവും ആർപ്പുളിയും ആയി താൻ താലി. ഇത്രയും ദിവസമായി വിവാഹം കഴിഞ്ഞിട്ട്. എന്നാൽ ഒരിക്കൽ പോലും താൻ അവളോട് ഇത്ര ചേർന്ന് നിന്നിട്ട് പോലുമില്ല. അവളുടെ ശ്വാസം അവൻ്റെ മൂക്കിൻ തുമ്പിൽ ആഞ്ഞടിച്ചു. അവൻ നോക്കിയപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിന് വേഗത കൂടിക്കൂടി വന്നു. ഒരു വശത്തേക്ക് മുഖം തിരിച്ചവൾ പാതി അടഞ്ഞ കണ്ണുകളുമായി അഴിഞ്ഞു വീണ് കിടക്കുകയാണ്. അവളുടെ മുട്ടപ്പം ഉള്ള കാർക്കുന്തൽ അനുസരണ ഇല്ലാതെ അവ പാറി പറന്ന് നടക്കുന്നുണ്ട്. അവളുടെ നെറ്റിത്തടത്തിൽ ആണ് അവ നൃത്തം ചവിട്ടുന്നത്. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താതെ ഒരിക്കൽ പോലും അവളെ കണ്ടിരുന്നില്ല. അവളുടെ മൂക്കിലെ വെണ്ണക്കൽ മൂക്കുത്തിക്ക് പോലും ഉണ്ട് അഴക്. വിടർന്ന ചുവന്ന തൊടുത്ത അതരങ്ങൾ അവൻ നോക്കി. അവയെ ആഴത്തിൽ പുൽകാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്. അവളിലേക്ക് അലിഞ്ഞു ഇല്ലാതെയാകാൻ, ഓരോരോ അണുവിലും ആളിപ്പടരാൻ. പക്ഷെ ആരോ പിന്നിൽ നിന്ന് വലിച്ചതുപോലെ അവൻ അകന്നു മാറി. പെട്ടെന്ന് പ്രിയ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിസ്സഹായഭാവം. അതവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അവൻ മെല്ലെ കസാരയിൽ പോയിരുന്നു. പ്രിയ ജനാലയുടെ അടുത്ത് പോയി നിന്ന്. നിരഞ്ജൻ എന്നും ഒരു ജനാല പാതി തുറന്നിടും. കാട്ടുമുല്ലയും ഇലഞ്ഞിയും പൂത്ത മണമാണ് അന്തരീക്ഷം നിറയെ. അവൾ ഇരുളിലേക്ക് കണ്ണു നട്ടു നിന്നു. അകലെ എവിടെയോ പാതിരാക്കോയി കൂവുന്ന ശബ്ദം അവൾ കേട്ടു. ഒരു വലിയ കണ്ണുതുള്ളി കാർമേഘം പോലെ ഉരുണ്ടുകൂടി. അത് പിന്നീട് ഒരു വലിയ പേമാരിയായി പെയ്തിറങ്ങി. എത്ര നിയന്ത്രിച്ചിട്ടും പാവം പ്രിയക്ക് സങ്കടം താങ്ങാൻ ആവുന്നില്ല. ഒന്നും വേണ്ട, കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു തലോടൽ, ഒരു കരസ്പർശം, അതുമാത്രം മതി. തനിക്ക് തൻ്റെ ആയുസ് മുഴുവൻ നിരഞ്ജന്റെ ഓർമ്മകളുമായി ജീവിച്ചു കൊള്ളാം താൻ. അത്രയുമേൽ തനിക്ക് പ്രിയപ്പെട്ടവൻ ആയി മാറുകയായിരുന്നു എപ്പോഴൊക്കെയോ. എവിടെയെങ്കിലും ആരുടെയും കണ്ണെത്താ ദൂരത്തോളം പോയിക്കോളാം താൻ എന്ന് തീരുമാനിച്ചുമാണ് പോകാൻ തുനിഞ്ഞത്. അതും തടസ്സപ്പെട്ടു. ആർക്കും വേണ്ടാത്തവളായി, ആരോരും ഇല്ലാത്തവളായി താൻ എങ്ങനെ ജീവിച്ചു കൊള്ളാം? ശാപം കിട്ടിയ ജന്മമല്ലേ? പല പല വിചാരങ്ങളുടെ വേലിയേറ്റം അവളിൽ ഉണ്ടായി. പെട്ടെന്ന് നിരഞ്ജൻ അവളുടെ തോളിൽ വന്ന് പിടിച്ചു. എടോ, താൻ വിഷമിക്കണ്ട. തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തന്നെ ഞാൻ കൊണ്ടുപോകാം. താൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടാം. ഈ ഒരു രാത്രി കൂടി കഴിയട്ടെ. എനിക്കൊരിത്തിരി സമയം വേണം, നിരഞ്ജൻ അവളോട് പറഞ്ഞു. മോനെ, പതിയെ വണ്ടി ഓടിച്ചേ പോകാവൂ കേട്ടോ, അരുന്ധതി നിരഞ്ജനോടായി പറഞ്ഞു. അവൻ അപ്പോൾ ഡിക്കിനുള്ളിലേക്ക് ബാഗുകളെത്തി വെടുക്കുകയായിരുന്നു. പ്രിയമോളെ, ഒരുപാട് ദിവസം തങ്ങാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോ മടങ്ങണം. തിരിഞ്ഞിരിക്കാൻ വയ്യ, അരുന്ധതി പ്രിയോട് വീണ്ടും പറഞ്ഞു. ശരി അമ്മേ, പെട്ടെന്ന് വന്നോളാം. അവൾ തലയാട്ടി. ചുവപ്പ് കളർ ഉള്ള സാരികൾ അവൾ സുന്ദരിയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകുവാൻ തയ്യാറായി. ആദിയുടെ മുഖത്ത് മാത്രം എന്തോ വിഷമം നിറഞ്ഞു നിന്നു. ഏട്ടത്തി ഹണിമൂൺ കഴിഞ്ഞു വരുമ്പോൾ ചിലവ് ചെയ്യണം കേട്ടോ, രേണു പറഞ്ഞു. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് പോകുന്നതെന്നോ എന്ന് വരുമെന്നോ ഒന്നും പ്രിയക്കറിയില്ല. ഇടക്ക് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരും ഇറങ്ങിയിരുന്നു. വെളുപ്പിന് നിരഞ്ജൻ അവളെ വിളിച്ചുണർത്തി ഒരു യാത്ര പോകേണ്ടെന്ന് പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. നിരഞ്ജൻ ആണ് അരുന്ധതിയോടും വേണുഗോപാലിനോടും അനുവാദം ചോദിച്ചത്. മകന്റെ മനസ്സ് മാറി തുടങ്ങിയെന്നാവും അമ്മയും അച്ഛനും വിചാരിച്ചതെന്ന് പ്രിയ ഓർത്തു. നിരഞ്ജനോട് മിണ്ടാൻ ഇപ്പോൾ അവൾക്ക് ഭയമാണ്. അതുകൊണ്ടൊന്നും തന്നെ അവൾ അവനോട് സംസാരിച്ചില്ല. സ്ഥലത്തിന്റെ പേര് വായിച്ചു നോക്കാം എന്ന് കരുതിയ പ്രിയ നോക്കിയപ്പോൾ തമിഴ് അക്ഷരം ആണ് കണ്ടത്. ഇത് തമിഴ്നാടാണോ? അവൾ നിരഞ്ജനോട് ചോദിച്ചു. അതെ, അവൻ തല കുലുക്കി. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നെങ്കിലും അവൾ അതെല്ലാം വിഴുങ്ങി. തങ്കാശി എന്ന ബോർഡ് കണ്ടു പ്രിയ. തങ്കാശി വരെ എത്തിയോ നമ്മൾ? യാത്ര തുടങ്ങിയിട്ട് 10-12 മണിക്കൂർ കഴിഞ്ഞല്ലോ. അവൾ നിരഞ്ജനെ നോക്കിയപ്പോൾ അവൻ മെല്ലെ ഒന്ന് മൂളി. ഗ്രീൻ ഗാർഡൻ റിസോർട്ടിലേക്ക് നിരഞ്ജന്റെ കാർ ഒഴുകിയെത്തി. അത്രയും വലിയൊരു ഹോട്ടൽ പ്രിയ ആദ്യമായി കാണുകയായിരുന്നു. നിരഞ്ജന്റെ പിറകെ പ്രിയയും ഹോട്ടലിലേക്ക് പോയി. റിസപ്ഷനിൽ ചെന്നിട്ട് നിരഞ്ജൻ എന്തൊക്കെയോ സംസാരിച്ചു. റൂം ബോയും അവളെ സ്വീകരിച്ചുകൊണ്ട് നിരഞ്ജൻ ബുക്ക് ചെയ്തു വെച്ച റൂമിലേക്ക് പോയി. വിശാലമായ മുറി. കിടക്ക കണ്ടപ്പോൾ തന്നെ പ്രിയക്കൊന്ന് ഉറങ്ങണം തോന്നി. അവൾ ആകപ്പാടെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. താൻ കുളിച്ച് ഫ്രഷ് ആകൂ, എന്നിട്ട് ഫുഡ് കഴിച്ചാൽ പോരെ? അവൻ ചോദിച്ചപ്പോൾ പ്രിയ തലയാട്ടി. പ്രിയ കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ നിരഞ്ജൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ട് എന്തോ ഒരു സുഖക്കുറവ് പ്രിയക്ക് അനുഭവപ്പെട്ടു. നിരഞ്ജനും വേഗം തന്നെ കുളി കഴിഞ്ഞിറങ്ങി. രണ്ടുപേരും ചപ്പാത്തിയും വെജിറ്റബിൾസ് കറിയും കഴിച്ചു. പ്രിയ ആകെ മടുത്തിരുന്നു. അപ്പോൾ നിരഞ്ജൻ ടിവിയും കണ്ടിരിപ്പാണ്. പ്രിയക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അവൾ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്തോ ക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം ചൊല്ലുന്നത് കേട്ടുകൊണ്ടാണ് പ്രിയ കണ്ണു തുറന്നത്. സമയം 5 മണി. അവൾ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിരഞ്ജൻ താൻ കിടന്ന ബെഡിന്റെ അരികത്തായി കിടന്നുറങ്ങുന്നത് കണ്ടു.
രാവിലെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നിരഞ്ജൻ പ്രിയയോട് ഒരു സ്ഥലം വരെ പോകാൻ റെഡിയായിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി റൂം പൂട്ടി പുറത്തിറങ്ങി. നിരഞ്ജന്റെ കാർ ചെന്നത് ബാലാജി ഹോസ്പിറ്റൽ എന്ന വലിയൊരു ആശുപത്രിയുടെ മുൻപിലാണ്. ഇവിടെ ആരാണ് ദൈവമേ, പ്രിയ ചിന്തിച്ചു. പാർക്കിങ്ങിൽ കൊണ്ടുപോയി കാർ ഇട്ടിട്ട് നിരഞ്ജൻ പ്രിയയും കൂട്ടി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പോയി. എന്റെ കണ്ണ, ഇനി എന്തോന്നാവോ ഇവിടെ. തന്നെ ആരോ പിറകിലേക്ക് വലിക്കും പോലെ തോന്നി അവൾക്ക്. ധൈര്യം സംഭരിച്ച് അവൾ നിരഞ്ജന്റെ കൂടെ ഒരു റൂമിലേക്ക് പോയി. അവിടെ കട്ടിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ട്. അവൾ മയക്കത്തിലാണ്. പച്ച നിറമുള്ള ബെഡ്ഷീറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ചിട്ടുണ്ട്. അവളുടെ അടുത്തായി നേഴ്സും മറ്റൊരു സ്ത്രീയും ഇരിപ്പുണ്ട്. നിരഞ്ജൻ അകത്തേക്ക് ചെന്നതും ആ സ്ത്രീ ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു. ആ സാർ, ഞാൻ ഡോക്ടറിനെ വിളിക്കാം എന്ന് പറഞ്ഞു നഴ്സ് പുറത്തേക്ക് പോയി. ഇത് എൻ്റെ ഭാര്യയാണ്, കൃഷ്ണപ്രിയ. കൂടെ നിന്ന സ്ത്രീ പ്രിയയെ ചൂണ്ടിയപ്പോൾ നിരഞ്ജൻ പറഞ്ഞു, ദൈവമേ, ഭാര്യയാണെന്ന് ഒരു തവണ എങ്കിലും പറഞ്ഞല്ലോ. അവൾ അപ്പോൾ ഒന്ന് സമാധാനിച്ചു.